ഹലോ, നമുക്ക് കുറച്ച് ചെറിയ സമയം കൊണ്ട് ഒരു വലിയ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് VAT എഡിഷൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ VAT ഉണ്ട്. അപ്പോൾ VAT എഡിഷൻ ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഒരു ബെസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ, യൂസർ ഫ്രണ്ട്ലി ബില്ലിംഗ് സോഫ്റ്റ്വെയർ വിത്ത് പ്രോപ്പർ കസ്റ്റമർ കെയർ സപ്പോർട്ട്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിബിൻ, റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. ഞങ്ങളുടെ സ്ഥാപനം കേരളത്തിലാണ്, കോട്ടയം ജില്ലയിലാണ്, വടയാർ എന്ന സ്ഥലത്താണ് സ്ഥാപനം. ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് ഫേം. ഈ സ്ഥാപനം തുടങ്ങിയത് നിയർ അബൌട്ട് 2015-2016 സ്റ്റാർട്ടപ്പ്. ഇപ്പോൾ 2021 ആയി. ബില്ലിംഗ് സോഫ്റ്റ്വെയർ, വെബ്സൈറ്റ്, ഈ രംഗങ്ങളിൽ റെയിൻടെക് സോഫ്റ്റ്വെയർ എന്നും നമ്പർ 1 യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ വിത്ത് ബെസ്റ്റ് സർവീസ് സപ്പോർട്ട്. ഞാൻ ബെസ്റ്റ് സർവീസ് സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഗൾഫ് രാജ്യത്തിരുന്നും റെയിൻടെക് സോഫ്റ്റ്വെയർ, റെയിൻടെക് ലിമിറ്റഡ് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റായ റെയിൻടെക് ലിമിറ്റഡ് എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. raintech.com എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ലൈവ് ഓഫീസ്, നമ്മുടെ കസ്റ്റമർ കെയർ സെൻറ്റർ, അതുപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് സെൻറ്റർ, ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറുമായിട്ട് വളരെയധികം ചേർന്ന് നിന്ന് ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ ദീർഘിക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നതാണ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഹോം സ്ക്രീൻ. ഈ ഹോം സ്ക്രീന് ഇങ്ങനെ ആയിരുന്നില്ല. ഈ ഹോം സ്ക്രീന് വളരെ മുകളിൽ മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ സൈഡിലേക്കും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്തു. ഇത് പല കസ്റ്റമർ തന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ബട്ടൺസ് ഓരോ സ്ഥലത്ത് ക്രമീകരിച്ചിരുന്നത്, കസ്റ്റമർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൊക്കേഷൻസിൽ. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ ദൈവം നമ്മുടെ ചെവി ഇവിടെ തന്നു, ഇവിടെ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ളൊരു ശൈലിയിൽ കുത്തിച്ചേർത്തിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ കൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോഗോയൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ജസ്റ്റ് ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ റെയിൻടെക് സോഫ്റ്റ്വെയർ മാത്രം മേടിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സോഫ്റ്റ്വെയർ വാങ്ങുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ എൻട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും ടോപ്പിൽ. അവിടെ ക്ലിക്ക് കഴിയുമ്പോൾ ഒരു ഡീറ്റെയിൽസ് താഴത്തേക്ക് വരും. അവിടെ കമ്പനി ഇൻഫോയിൽ ചെന്നിട്ട് നമുക്കിവിടെ ഡീറ്റെയിൽസുകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇൻക്ലൂഡിങ് ഫോട്ടോസ് എല്ലാം. അപ്പോൾ ഇതിനകത്ത് വളരെ ക്വിക്കായിട്ട് ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റുകൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൾഫ് കൺട്രീസ് ആണെങ്കിൽ ഗൾഫ് കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ലോഗോയും മറ്റു കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കമ്പനിയുടെ മറ്റ് ഇൻഫർമേഷൻസ്, VAT നമ്പർ ഉണ്ടെങ്കിൽ അതും എല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ റൗണ്ട് ഓഫ് എമൗണ്ട് എന്ന് പറഞ്ഞൊരു ചെറിയ ഇത് കാണാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെയിൽസ്മാനെ ഇരുത്തിയിട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് എമൗണ്ട്, യെസ്, സെയിൽസ്മാനെ ഇരുത്തിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സെയിൽസ്മാൻ മാത്രം ഇത്ര രൂപ വരെ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാവൂ എന്നുള്ളൊരു കണ്ടീഷനാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 100 എന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ 100 ദിർഹംസ് ആയിക്കോട്ടെ, റിയാൽ ആയിക്കോട്ടെ, അതിൻ്റെ മുകളിലേക്ക് ഈ സെയിൽസ്മാന് ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ചില കൺട്രീസിൽ ബിൽ കോഡ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻവോയ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇൻവോയ്സ്, ബിൽ കോഡെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില കൺട്രീസിൽ INV 001 002 003 എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ താഴത്തേക്ക് പോകും. ഈ INVയുടെയും ഈ ബിൽ നമ്പറിൻ്റെ ഇടയ്ക്കായിട്ടൊരു കോഡ്, അതായത് സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഫോമോ എന്തെങ്കിലും ഇട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ഇത്. പിന്നെ ഇവിടെ നമുക്ക് ലോഗോ എല്ലാം ആഡ് ചെയ്യാം. പിന്നെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബില്ലിൻ്റെ എൻഡിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചുമ്പോൾ എല്ലാ ബില്ലിലും ഇത് പ്രിൻ്റ് അടിച്ച് വരും. അപ്പോൾ നമുക്ക് കസ്റ്റമർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗാർമെൻറ്റ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവർ പറയും, എക്സാമ്പിൾ എഴുതുകയാണ്, ഇപ്പോൾ ആഫ്റ്റർ വാഷ് റിട്ടേൺ നോട്ട് പോസിബിൾ, സംതിങ് ലൈക്ക് ദാറ്റ്. ഇഫ് ദ പാക്കേജ് ഈസ് ഓപ്പൺ റിട്ടേൺ ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെയുള്ള പല കണ്ടീഷൻസും നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കമ്പനിയുടെ ഇൻഫർമേഷൻസ് കണ്ടല്ലോ.
അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കമ്പനി ഇൻഫർമേഷൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് അതിരിക്കുന്നത്. ഇനി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളത് 2-3 ടൈപ്പിലുണ്ട്. ഒന്ന്, നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റുകൾ ആഡ് ആയിക്കോളും. നമ്പർ 2, എക്സലിൽ കൂടി ബൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റുകൾ ആഡ് ആയിക്കോളും. ഡയറക്റ്റ് എക്സൽ നമ്മുടെ കയ്യിലിപ്പോൾ 10, 2000 അല്ലെങ്കിൽ 5000, 10000 പ്രൊഡക്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സലിൽ കൂടി അങ്ങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സുകളും ഒന്നിച്ച് അപ്ലോഡ് ആകുന്നതായിരിക്കും. അതല്ല 1 by 1 ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ 1 by 1 ആഡ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പ്രൊഡക്റ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫില്ല്, ഇതിനകത്ത് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേരും സെല്ലിംഗ് പ്രൈസ്, പർച്ചേസ് പ്രൈസ് കാണുന്നുണ്ട്. താഴത്ത് ഇവിടെ ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് നമ്മളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പ്രൊഡക്റ്റിൽ ഫോർ എക്സാമ്പിൾ ഡിഫോൾട്ട് ബാർകോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മളിപ്പോൾ ചില ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ ഓൾറെഡി ഫോർ എക്സാമ്പിൾ ഒരു ഫയലാണെന്ന് വിചാരിക്കുക. ഈ ഫയൽ മേടിക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി ചില ബാർകോഡുകൾ കാണാം. ഈ ബാർകോഡുകൾ നമുക്ക് ഇതുപോലെ ഒരു ബാർകോഡ് സ്കാനർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു നോർമൽ ബാർകോഡ് സ്കാനർ ഉപയോഗിച്ചോ നമുക്കിവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാർകോഡിന് നമുക്ക് ഇഷ്ടമുള്ള വിലയിട്ട് നമുക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ആ വിലയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. ഇനി സപ്പോസ് നമ്മൾ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഇതുപോലെ ആഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാർകോഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കാണിച്ചു തരാം. എക്സലിൽ കൂടി എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്ന്. എക്സലിൽ കൂടി നമുക്ക് 10, 5000, 10000 ഒക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സലിൽ കൂടി ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ടോപ്പിലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിവിടെ എക്സൽ ഇമ്പോർട്ട് എക്സൽ ആണോ, ഇമ്പോർട്ട് എക്സ്പോർട്ട് എക്സൽ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഈ പ്രൊഡക്ട്സുകളെല്ലാം ഇത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ടെംപ്ലേറ്റ് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് എക്സ്പോർട്ട് ആകുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഡീറ്റെയിൽസുകളെല്ലാം ഫില്ല് ചെയ്ത് നമ്മുടെ വാറ്റിൻ്റെ പെർസെൻറ്റേജ്, വാറ്റുള്ള സ്ഥലങ്ങളിലാണ് വാറ്റിൻ്റെ പെർസെൻറ്റേജ്, അത് സെല്ലിംഗ് റേറ്റ് ഉണ്ടോ, ഇവിടെ നമുക്ക് സെയിൽ റേറ്റ് ഇടാം, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതിടാൻ സാധിക്കും, വാറ്റ് ഉണ്ടെങ്കിൽ അതിടാൻ സാധിക്കും. അങ്ങനെ A to Z ഇൻഫർമേഷൻസ് നമുക്ക് ഫില്ല് ചെയ്ത് നമുക്കിതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേരുകൾ, ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, സോറി. അങ്ങനെ നമുക്ക് A to Z ഇൻഫർമേഷൻസ് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് നമുക്കിത് എക്സൽ ത്രൂ ബൾക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും ഒന്നിച്ച് നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് ആഡാകും, അതായത് സോഫ്റ്റ്വെയറിലേക്ക് ആഡാകും. ഇൻക്ലൂഡിങ് സ്റ്റോക്ക് വരെ നമുക്ക് അതിൽ കൂടി ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ പർച്ചേസ് എൻട്രിയാണ്. പർച്ചേസ് എൻട്രിയിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ഏതെങ്കിലും കസ്റ്റമറുടെ സപ്ലയർ എടുക്കുന്ന സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സപ്ലയറുടെ പേര് സെലക്ട് ചെയ്ത് ഇവിടെ പേര് ഇല്ലെങ്കിലെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പ്ലസ് ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രോഡക്ട്സുകൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഈവൻ ചില പണ്ട് കാലങ്ങളിൽ പല സോഫ്റ്റ്വെയറുകളിലും നമുക്ക് ഇൻവെൻട്രിയിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ ചോദിക്കുമ്പോൾ ഇത് പുതിയ പ്രൊഡക്റ്റാണോ അതോ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റാണോ. പുതിയ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് സേവ് ആകും. ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ബാർകോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാർകോഡ് ഫില്ല് ചെയ്ത് മീൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാർകോഡും ആ പ്രൊഡക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ബാർകോഡ് ഉണ്ടെങ്കിൽ ആ ബാർകോഡ് നമ്മുടെ സ്വന്തം പ്രൈസ് ഇടാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പഠിച്ചു 3 തരത്തിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത്. ഒന്ന് പർച്ചേസ് എൻട്രി, ഒന്ന് എക്സൽ അപ്ലോഡ്, അത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് 1 by 1 പ്രൊഡക്റ്റ് ആഡ്, അതായത് ഈ പ്രൊഡക്റ്റ് ആഡ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിങ്ങനെ പല പ്രൊഡക്റ്റുകൾ ഇതുപോലെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ലേബൽസ് പ്രിൻറ്റ് ചെയ്യണം. ഇതുപോലെ ലേബൽ പ്രിൻ്ററുകൾ ഉപയോഗിച്ച് ലേബൽസ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാർകോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കിട്ടും. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാർകോഡ്. ആ ബാർകോഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്റ്റോക്കുള്ള പ്രൊഡക്റ്റുകളുടെ എല്ലാ ലിസ്റ്റ് നമുക്ക് ഈ ഇവിടെ കിട്ടുന്നതായിരിക്കും. കണ്ടു. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ബാർകോഡ് പർച്ചേസ് എൻട്രിയുടെ നമ്പർ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പർച്ചേസിൽ എന്തെല്ലാം പ്രൊഡക്റ്റുകളുണ്ടോ അതിൽ മാത്രം ഇവിടെ ലിസ്റ്റ് ഔട്ട് ആവുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഏത് ടെംപ്ലേറ്റാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുകയും ചെയ്യാം, അത് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം.
സപ്പോസ് നമുക്ക് പർച്ചേസ് അല്ല നമ്മൾ ബൾക്ക് ത്രൂ ആണ് പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അൺടിക്ക് ചെയ്തിട്ട് ഏതൊക്കെ പ്രോഡക്റ്റുകൾക്കാണ് ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ബോൾ പെന്നിനാണ് നമുക്ക് ഒരു ബാർകോഡ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബോൾ പെൻ ഇവിടെ സെലക്ട് ചെയ്യുക. പിന്നെ നമ്പർ ഓഫ് കോപ്പീസ് എന്നുള്ളടത്ത് ഫോർ എക്സാമ്പിൾ ഒരു 3 കോപ്പി ആയിട്ടുണ്ടെന്ന് വെച്ച് 3 നമ്പർ ഓഫ് ബാർകോഡ്സ് പ്രിൻ്റ് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം ടെംപ്ലേറ്റ്സുകളാണ്. പലതരത്തിലുള്ള ബാർകോഡ് ടെംപ്ലേറ്റ്സുകൾ ഡിഫോൾട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. സപ്പോസ് നമുക്ക് ഈ ടെംപ്ലേറ്റുകൾ ഇഷ്ടപ്പെട്ടില്ല, വേറെ ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൻടെക് കസ്റ്റമർ കെയർ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ബിൽഡപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് A4 സ്റ്റിക്കർ സൈസ്, അങ്ങനെ ഒരുപാട് 2x2 ഇഞ്ച് ഡിവൽ സൈസ്. ഇതിനകത്ത് ഏത് മോഡിഫിക്കേഷനും നമ്മുടെ രാജ്യത്തിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കറൻസി സിമ്പിൾ ചേഞ്ച് ചെയ്യണം, റുപ്പീസിൻ്റെ ദിനാർ റിയാൽ ഏത് സിമ്പിൾ സിഗ്നൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഇഷ്ടമുള്ള ബാർകോഡുകൾ നമുക്ക് ലേബൽസുകൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഒട്ടിച്ച് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമർ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സെയിൽ ബട്ടൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. സെയിൽ ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് സെയിൽ ബട്ടൺ കാണാൻ സാധിക്കും. ഈ സെയിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സെയിൽ പാനൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഈ സെയിൽ ചെയ്യുന്ന സമയത്ത് 2-3 തരത്തിലെ സെയിൽസ് ഉണ്ട്. ഒന്ന് വാക്ക് ഇൻ കസ്റ്റമർ, അതായത് നമ്മളിപ്പോൾ കസ്റ്റമറുടെ പേരൊന്നും ഒടിക്കാണ്ട് ജസ്റ്റ് ക്യാഷ് ആയിട്ട് ബില്ലടിച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫസ്റ്റ് കസ്റ്റമർ ക്യാഷ് കസ്റ്റമറാണ് ബൈ ഡിഫോൾട്ട്. ഈ ഫസ്റ്റ് കസ്റ്റമറായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ സെലക്ട് ചെയ്യാം. അതിൽ ബാർകോഡ് ത്രൂ സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ സ്കാൻ ചെയ്തിട്ട് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാം. താഴത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ഈ പ്രൊഡക്റ്റുകൾക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ -1 കിടക്കുന്ന സ്റ്റോക്ക് കാണാൻ സാധിക്കും. പർച്ചേസ് പ്രൈസും നമ്മുടെ മാർജിനും ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ ചിലപ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് നമുക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു പർച്ചേസ് പ്രൈസ് സെയിലിൻ്റെ സ്ഥലത്ത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ബാർഗെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്കിവിടെ തന്നെ ഡിസ്കൗണ്ട് എമൗണ്ട് ആണെങ്കിലും ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണെങ്കിലും എല്ലാം മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡിസ്കൗണ്ട് ഇപ്പോൾ 50 രൂപ ഡിസ്കൗണ്ട്, 50 ദിർഹംസ് ഡിസ്കൗണ്ട്, 50 റിയാൽ ഡിസ്കൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആഡ് ചെയ്യാനും ഇത് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും കേട്ടോ. അങ്ങനെ വളരെ ഈസി ആയുള്ള മെത്തേഡിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ഇവിടെ സാധിക്കും സെയിൽ പാനലിൽ. ഇപ്പോൾ സെയിൽ പാനൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 820 രൂപയുടെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ എക്സാമ്പിൾ ഈ 20 രൂപ കസ്റ്റമർ തരുന്നില്ല. അപ്പോൾ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഓഫ് എമൗണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ് ഓഫ് എമൗണ്ട്. അപ്പോൾ ഫൈനൽ കട്ട് ഓഫ് അതും ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ പ്രത്യേക റിപ്പോർട്ടും നിങ്ങൾക്ക് റിപ്പോർട്ട്സിൽ അവൈലബിൾ ആണ്. പിന്നെ പുതിയ കസ്റ്റമറുടെ പേരിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കസ്റ്റമറുടെ ഫോൺ നമ്പർ ചോദിച്ചിട്ട് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എൻ്റർ അടിച്ച് ചെയ്യുമ്പോൾ തന്നെ ആ കസ്റ്റമറുടെ ലിസ്റ്റിൽ ഇല്ലാത്ത കസ്റ്റമറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചോദിക്കും. അപ്പോൾ നമുക്കത് കസ്റ്റമറുടെ പേര് ഡീറ്റെയിൽസുകളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രിവിലേജ് കാർഡ് അങ്ങനെയുള്ള സംഗതികളൊക്കെ റൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഷോപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം പ്രിവിലേജ് കാർഡ്സ് എപ്പോഴും നമ്മളെ കസ്റ്റമറെ കൂടെ നിർത്തും. നമ്മുടെ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് പ്രിവിലേജ് കാർഡ്. പ്രിവിലേജ് കാർഡിൻ്റെ ഓപ്ഷൻ ഈ സോഫ്റ്റ്വെയറിൽ തന്നെയുണ്ട്. നമുക്ക് കസ്റ്റമറെ ആഡ് ചെയ്യണ കൂടുതൽ പ്രിവിലേജ് കാർഡും ആഡ് ചെയ്യാം. പ്രിവിലേജ് പോയിൻ്റ് ഈച്ച് സെയിലിൽ കൗണ്ട് ഡൗൺ ആകുന്നതാണ്. പ്രിവിലേജ് പോയിൻറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം ഇപ്പോൾ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനകത്ത് SMS-ൻ്റെ ഫെസിലിറ്റി ഉണ്ട്. ക്വിക്ക് SMS. ഞാൻ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമറുടെ മൊബൈലിൽ SMS ചെയ്യില്ല. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ അവിടെ നിങ്ങൾ SMS പ്രൊവൈഡേഴ്സ് ഉണ്ട്, കമ്പനീസ് ഉണ്ട്. ആ കമ്പനിയിൽ നിന്ന് SMS API നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് അതിൻ്റെ API കീ നമുക്ക് ഇവിടെ കൊണ്ടുപോയി SMS സെറ്റിങ്സിനകത്ത് കൊണ്ടുപോയി API കീ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് SMS സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം കസ്റ്റമർക്ക് കുറച്ചുകൂടി ഒരു ഫീൽ കിട്ടും. നല്ലൊരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുന്നതാണെന്നുള്ളൊരു ഫീൽ കിട്ടും. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെക്കോർഡ്സ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഗതികളുണ്ട്. അതൊക്കെ പതിയെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. കാരണം ഇതൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് റെക്കോർഡ്സിനകത്തുള്ള VAT റിട്ടേൺസ്, സെയിൽസ്
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ നമ്മളിപ്പോൾ ഒരു മാസത്തെ റിപ്പോർട്ട്സ് ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് സെയിൽസ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു മാസത്തെ ഒരു റിപ്പോർട്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് എക്സിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് വാറ്റ് സ്റ്റേറ്റ് ഏതാണ്, അത് സ്റ്റേറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസ് ആണ്, ഗൾഫ് കൺട്രീസിൽ അവിടെ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അങ്ങനെ A to Z ഇൻഫർമേഷൻസ് ഈ സെയിൽസ് റിപ്പോർട്ടിൽ കിട്ടും. അപ്പോൾ നമുക്ക് കൺസൾട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഈ സിമ്പിൾ വേയിൽ വാറ്റ് അവർക്ക് വളരെ ഈസി ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബിൽ ഫോർമാറ്റ്സ്. നമ്മുടെ ബിൽ ഫോർമാറ്റ്സ് നമുക്കിവിടെ ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ടെംപ്ലേറ്റുകൾ, വളരെയധികം ടെംപ്ലേറ്റുകൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും വാറ്റിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ബിൽ ഫോർമാറ്റുകൾ വേണം, ടെംപ്ലേറ്റുകൾ വേണം, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റിലും ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ A4, A5 ബിൽ ഫോർമാറ്റുകൾ, ടെംപ്ലേറ്റുകളെല്ലാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. A4 ആൻഡ് A5 ഫോർമാറ്റ്സ്. പിന്നെ ഏത് POS പ്രിൻ്ററുകളും ആഡ് ചെയ്യുക, വളരെ ഈസിയസ്റ്റ് വേയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ സോഫ്റ്റ്വെയറിനകത്ത് വളരെ സിമ്പിൾ വേയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസിയസ്റ്റ് മെത്തേഡിൽ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ ബോൾ പെൻ എക്സാമ്പിൾ 100 പീസ് വാങ്ങി, 5 പീസ് സെയിലായി, സ്റ്റോക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് 95 കിട്ടും. അതായത് നമുക്ക് സ്റ്റോക്ക് കറണ്ട് ലൈവ് സ്റ്റോക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ലൈവ് സ്റ്റോക്കാണ് കാണാൻ സാധിക്കുന്നത്. കറൻ്റ്ലി എത്ര സ്റ്റോക്കാണ് നമ്മുടെ ഷോപ്പിലുള്ളത് എന്നുള്ള ലൈവ് സ്റ്റോക്ക് നമുക്ക് ഈ സ്റ്റോക്ക് റിപ്പോർട്ടിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ വളരെ ഈസിയസ്റ്റ് വേയിൽ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിൻ്റെ ഫുൾ ആൻഡ് ഇൻഫർമേഷൻ ഞാൻ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പിന്നെ ചെക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് റീസെൻ്റ്ലി ആഡ് ചെയ്തൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ചെക്ക് പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് ചെക്കുകൾ ഡിസൈൻ ചെയ്യാനും ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുമുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഈവൻ ചെക്കുകൾ ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചെക്കിൻ്റെ ഫോർമാറ്റ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് നമുക്കത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ആ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, എവിടെ വേണമെങ്കിലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വളരെ ഈസിയസ്റ്റ് വേയിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്കത് ചെക്ക് പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്ഷൻസും നമുക്ക് ഇതിനകത്തുണ്ട്. നമുക്ക് ഈ ഇങ്ക് ജെറ്റ്, അതായത് LP46 സോറി നമ്മുടെ എപ്സൻ്റെ L130 എന്ന് പറഞ്ഞ മോഡലിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെക്ക് പ്രിൻ്റ് ചെയ്യാം. കാരണം അത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇങ്ക് ടാങ്ക് പ്രിൻ്റേഴ്സാണ്. അല്ലാണ്ട് വലിയ ഹെവി പ്രിൻ്ററുകളിൽ നമുക്ക് ചെക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ചെക്ക് ഇത്രയും വലിയ പ്രിൻ്ററിനകത്ത് കൊണ്ട് നമ്മൾ ഈ ട്രേ ഉള്ള ടൈപ്പ് പ്രിൻ്ററൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സാധാരണ ചെറിയ പ്രിൻ്ററുകളിൽ നമുക്ക് ചെക്കുകൾ, ബാങ്ക് ചെക്കുകൾ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ സോഫ്റ്റ്വെയറിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ക്ലൗഡ് ബാക്കപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ബാക്കപ്പിൻ്റെ ഓപ്ഷനുണ്ട്. ഡേറ്റ ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഡാമേജ് ആയിപ്പോയി, ക്രാഷ് ആയിപ്പോയി, ആ സിറ്റുവേഷനിൽ നമുക്ക് ക്ലൗഡ് ബാക്കപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റാബേസ് പോയി ഈച്ച് ഡേയിൽ നമുക്ക് വേണമെങ്കിൽ ബാക്കപ്പ് എടുക്കാം. ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡേറ്റാസ് മിസ്സാകുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാകത്തില്ല. അങ്ങനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെയധികം കസ്റ്റമർ സർവീസുള്ള ഒരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ VAT എഡിഷൻ. നമുക്ക് VAT എഡിഷനും ഉണ്ട്, GST എഡിഷനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് VAT എഡിഷനാണ്. Thank you so much for watching this video. Thank you. Bye.